ഈ കാർ സ്റ്റാൻഡേർഡ് 2000 ഇന്ത്യ മറന്നുപോയ കാറുകളിലൊന്നാണ്. ഇതിൻ്റെ വർക്കിനിടയ്ക്ക് അവിടെ നമ്മുടെ പ്രീമിയർ പത്മിനിയും ഫിയറ്റ് എലഗൻ്റൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 1970 തൊട്ട് ഒരു 80 വരെയുള്ള കാലയളവിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ വണ്ടീനെ കുറിച്ച് നന്നായിട്ട് അറിയാം. നമ്മുടെ PT ഉഷയ്ക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയ വണ്ടിയാണ്. ഇതിൻ്റെ യാതൊരു പാർട്സും അഴിക്കാതെ ഫുള്ള് മാസ്ക് ചെയ്ത് നിർത്തി പെയിൻ്റ് അടിക്കാനായിട്ട് കൊണ്ടുവന്ന വണ്ടിയായിരുന്നു. പക്ഷേ എനിക്കെന്തോ അതിനോട് തീരെ യോജിപ്പില്ല. എനിക്ക് നമ്മുടെ വർക്ക് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അത് ചില പാർട്സുകളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വൃത്തിയാവണമെന്ന് തോന്നുന്ന സാധനങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ അങ്ങോട്ട് അഴിച്ച് വർക്ക് ചെയ്യും. അതാണ് നമ്മുടെ ഒരു മൈൻഡ്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഇതിൻ്റെ പാർട്സ് ഒന്നും കിട്ടാൻ അത്ര എളുപ്പമല്ല. ഞാനും അത്യാവശ്യം വണ്ടിപ്രാന്തനാണ്. എനിക്ക് ഈ കസ്റ്റമർ തന്നെ ആയിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അയാൾക്ക് ഈ വണ്ടികളോടുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. ഞാനും വണ്ടിപ്രാന്തനായതുകൊണ്ട് ഞാൻ ലാഭനഷ്ടങ്ങളോ അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല. എനിക്ക് ആ വണ്ടി നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നമുക്കത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മൾ മാക്സിമം നമ്മുടെ എഫർട്ട് എടുത്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന 100% എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, അതൊരു വേറെ ലെവലാണ്. അത് മറ്റാർക്കും പറഞ്ഞാൽ അറിയില്ല. ഇതുമാതിരി വർക്ക് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും. പക്ഷെ വിൻറ്റേജ് കാറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഹരമാണ്. പക്ഷേ അതിനോട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ എന്താ പറയുക, എനിക്ക് അതിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ അതിൻ്റെ ഓരോ വർക്കും ചെയ്യുമ്പോഴും എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാറ്. ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയില്ല. അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഫുൾ സപ്പോർട്ടാണ്. നമ്മൾ പറഞ്ഞ മാതിരി ചെയ്യുന്ന പിള്ളേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ടെൻഷൻ ഒഴിവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി ആദ്യമായിട്ടാണ് അതിൻ്റെ പാർട്സ് കഴിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് വേറെ ഇതൊന്നുമില്ല, എല്ലാം ഈസിയാണ്, വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. പിന്നെ ഈ വണ്ടിയുടെ ഉള്ളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അത്യാധുനിക വണ്ടിയിലെ ആദ്യ ഫെസിലിറ്റിയൊക്കെ ഈ 85 കാലഘട്ടത്തിലുള്ള വണ്ടിയുടെ ഉള്ളിൽ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഗൂഗിളിൽ. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇത് ശരിക്കും സ്റ്റാൻഡേർഡ് 2000 ഉപയോഗിച്ച എൻജിൻ റോവർ SD1 യഥാർത്ഥ യൂണിറ്റ് അല്ല, മറിച്ച് വളരെ പഴയ 2.0 ലിറ്റർ യൂണിറ്റ് ആയിരുന്നു. ഇതിലുപയോഗിച്ച എൻജിൻ കാറിനേക്കാൾ വളരെ പഴക്കമുള്ളതാണെന്ന് അറിയാൻ പറ്റിയത്. സത്യത്തിൽ സ്റ്റാൻഡേർഡ് മോട്ടോർ പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് SD1 കൂടുതൽ എൻജിനുകൾക്കുള്ള ലൈസൻസ് ലഭിക്കാത്തത് കൊണ്ടാണ് പഴയത് ഉപയോഗിക്കുന്നത് തുടരാനായിട്ട് തീരുമാനിച്ചത്. നമ്മുടെ ഇന്ത്യക്ക് അപ്പുറത്ത് പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇതിനുപയോഗിച്ച SU കാർബറേറ്റർ ഒരു 7.69 മുതൽ 12.5 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. 145 കിലോമീറ്റർ സ്പീഡും. പിന്നെ നമ്മൾ ഒരു വണ്ടി ചെയ്യുമ്പോഴും അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അത് കഴിഞ്ഞിട്ടാണ് കസ്റ്റമർക്ക്. ഞാനങ്ങനെ ചിന്തിക്കാറ്. ഞാൻ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ 100% എഫർട്ട് എടുത്ത് ചെയ്യുക. അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം പെർഫെക്റ്റായിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ ഭംഗിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓണർ തൊട്ടപ്പുറത്തേക്ക് ഉണ്ട് കേട്ടാ, പുറത്ത് നിൽക്കുന്നുണ്ട്. ആള് ഫുള്ള് ഇത് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് പോയത്. ആൾക്ക് ഭയങ്കര ക്രേസാണ്, ഒന്നും പറയാനില്ല. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാനും. ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് അക്ഷയ്. അവന് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന പയ്യനാണ്. ഫുള്ള് ഇതിൻ്റെ വർക്ക് തീരുന്നത് വരെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അത്യാവശ്യം നോർമൽ അവർ കഴിഞ്ഞിട്ട് ചെയ്യുന്ന വർക്കാണ് കേട്ടോ. ഇത്തരം വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമയം നോക്കാൻ പറ്റില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂഫൊക്കെ ഹൈറ്റ് കുറവല്ലേ, അപ്പോൾ നമുക്ക് നിലത്ത് നിന്ന് തന്നെ പെയിൻ്റ് അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ബെഞ്ചൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് കയറി നിന്ന് പെയിൻ്റ് അടിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ എന്തൊക്കെ അപാകതകളും അതിൻ്റെ എന്തൊക്കെ ചെയ്യാനുണ്ടെങ്കിലും
അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഞാൻ ഇതുപോലുള്ള ഓരോ വർക്ക് ചെയ്യുമ്പോഴേ എനിക്ക് കൂടുതൽ നന്നാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാണുമ്പോഴാണ് എനിക്ക് ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഒരു ഉത്തേജനം, എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഇൻട്രസ്റ്റ് കൂടുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബ് കണ്ടിട്ട് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വർക്ക് കൊണ്ടുവരാനായിട്ട് വിളിച്ചിരുന്നു കേട്ടോ. ഞാൻ എടുക്കാഞ്ഞിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദൂരം നിന്നൊക്കെ വർക്ക് എടുക്കുന്നത്. പിന്നെ പോരാത്തതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലുള്ള വർക്ക് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അവർക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തരാനുള്ള ബുദ്ധിമുട്ടും അവരുടെ ഒരുപാട് മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകളും കാരണം ഞാനും ഒരു കുറേ ഒഴിവാക്കി. നമുക്കും ചെയ്യാൻ പറ്റുന്നതെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഈ പെയിൻ്റ് അടിക്കുന്നതൊക്കെ മാക്സിമം വേഗം കൂട്ടണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ
അങ്ങനെ പെയിൻറ്റിങ്ങും ക്ലിയർ അടിയൊക്കെ കഴിഞ്ഞു. ഇനി മാസ്കിങ് അഴിക്കുക, പിന്നെ അതിൻ്റേതായ ഫിറ്റിങ്സൊക്കെ തുടങ്ങാം. ഇനി ഇതിൻ്റെ ഓരോ സാധനങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് ഫിറ്റ് ചെയ്യണം. തൊട്ടാ പൊട്ടും ചിലത്, ഭയങ്കര റിസ്ക്കാണ്. അതായത് ഇത്ര പഴക്കമായില്ലേ, പഴക്കത്തിന് പുറമേ ഇതൊക്കെ വണ്ടി വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന പാർട്സാണെന്നാണ്. ഇതുവരെ ലൈഫിൽ ഇത് മാറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായ ശരിയായിട്ടുള്ള പഴക്കം കൃത്യമായിട്ടുണ്ടാവും. എളുപ്പമല്ല സാധനങ്ങൾ കഴിച്ച് ഫിറ്റ് ചെയ്യാൻ. ഇനി ഇതിൻ്റെ ഡോർ ഗ്ലാസിൻ്റെ സൈഡിൽ വന്ന വെതർ സ്ട്രിപ്പിൻ്റെ ബീഡിങ്ങൊക്കെ പിടിക്കാണ്ട്. അതിൽ നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ പത്മിനിയുടെ ക്വാർട്ടർ ഗ്ലാസ് ഇല്ലാത്ത ടൈപ്പ് ബീഡിങ്ങാണ്. അത് മേടിച്ചിട്ട് അതിൻ്റെ റബ്ബർ ബീഡിങ് എടുത്ത് ഇതിന് ഫിറ്റാക്കണം. ഇതിൻ്റെ ആ ഗ്ലാസ് സൈഡ് വെതർ സ്ട്രിപ്പ് റബ്ബർ കിട്ടാനില്ല. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഇതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ അത് മേടിച്ച് കുറച്ച് പണിയെടുക്കേണ്ടി വന്നു, എന്നാലും പണി പൂർത്തിയായി. കുഴപ്പമില്ല അല്ലേ? എങ്ങനെയുണ്ട്? ഫിയറ്റിൻ്റെ ബീഡിങ്ങാണ് കേട്ടത്. ഇത് സ്റ്റാൻഡേർഡിന് സൂട്ടബിളാക്കി ഫിറ്റ് ചെയ്തതാണ്. കുറച്ച് പാടുപെട്ടു, എന്നാലും എനിക്ക് കണ്ടപ്പോൾ വൃത്തിയായിട്ട് തോന്നി. ഇതിൻ്റെ വീൽ ഡിസ്ക് പെയിൻറ്റിങ് ഭയങ്കര കോംപ്ലിക്കേഷനായിരുന്നു. എളുപ്പമല്ല. ഒരുപാട് ഈ ഡബിൾ കളർ വരുന്നതുകൊണ്ടേ, ബ്ലാക്ക് ഡോട്ടുകളൊക്കെ വരുന്നതുകൊണ്ട് മാസ്കിങ്ങൊക്കെ നല്ല പണിയെടുത്തു. എന്നാലും എനിക്കൊരു വാശിയായിരുന്നു, അതാത് ഒറിജിനൽ പോലെ തന്നെ വരുത്തണമെന്ന്. ഇത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തു. അങ്ങനെ എന്നെ ഏൽപ്പിച്ച വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇതിപ്പോൾ അതിൻ്റെ ഓണറാണ് വന്നിരിക്കുന്നത്. ആളുടെ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവന്ന് ഇടാനുള്ള ശ്രമത്തിലാണ്. ഞാനും കൂടെ പോയിരുന്നു.
ആളുടെ വീട്ടിൽ വണ്ടി കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് കസ്റ്റമറുടെ വീട്. ആളുടെ അടുത്തൊരു കോണ്ടസിൻ്റെ ഇട്ടാ അതിൻ്റെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വർക്കൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും, ഇതുവരെ ക്ഷമയോടെ ഇത് മുഴുവൻ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്.